ഹലോ ഫ്രണ്ട്സ്, റീജാസ് ഫുഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി പോത്ത് വരട്ടിയതാണ്. ഒരു കുക്കറിലേക്ക് 1.25 kg പോത്ത് കഴുകി ഊറ്റിയെടുത്ത് ചേർക്കുക. 25 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 1 കപ്പ് ചെറിയ ഉള്ളി, 5 പച്ചമുളക് ഇവയെല്ലാം ചതച്ചെടുക്കുക. ഇതിൽ നിന്നും പകുതി എടുത്ത് കുക്കറിലേക്കിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് യോജിപ്പിച്ച് കുക്കർ മൂടി 1 വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിലിട്ട് വേവിക്കുക. അതിനുശേഷം 25 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവയിട്ട് ചെറിയ തീയിലിട്ട് മൂപ്പിച്ചെടുക്കുക. വേറൊരു പാത്രം ചൂടാക്കി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 5 ഏലക്ക, 5 ഗ്രാമ്പു, 3 കഷ്ണം പട്ട, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം എന്നിവിട്ട് മൂപ്പിച്ച് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് അരിഞ്ഞതിട്ട് ബ്രൗൺ ആവുന്നവരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ചതച്ചിട്ട് മൂപ്പിച്ച് നേരത്തെ മൂപ്പിച്ചെടുത്ത മസാലപ്പൊടികളും ചേർത്ത് വേവിച്ച ഇറച്ചിയും ചേർത്ത് വേവിച്ച് വെച്ച ഇറച്ചിയിൽ വെള്ളം ഇല്ലെങ്കിൽ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് യോജിപ്പിച്ചെടുത്ത് മൂടി വെച്ച് 5 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ള പോത്ത് വരട്ടിയത് റെഡി.